ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്തത്. ഇസോം എന്ന കമ്പനിയുടെ 20 വോൾട്ടിൻ്റെ ഒരു കോഡ്ലെസ് ഡ്രില്ലാണ് ഇത്. നമ്മൾ 3 ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ക്രൂ ചെയ്യാനും, അതുപോലെ ടൈറ്റ് ചെയ്യാനും വരാനും, അതുപോലെ തന്നെ നമുക്ക് ഡ്രില്ല് ചെയ്യാനും, അതുപോലെ തന്നെ തുളയ്ക്കാനും. അത് ഡ്രില്ല് ചെയ്യാനും ഹാമറിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സിൻ്റെ കൂടെ നമ്മൾ ഒരു റിവ്യൂ പാടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ഓപ്ഷൻ പറയുന്നുണ്ട്. ആ ഓപ്ഷൻ നമ്മളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഏകദേശം 20 വോൾട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പവർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഗിയറായി നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള ഗിയറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഡ്രില്ലും കൂടാതെ ഇതിൻ്റെ ഒരു ചാർജിങ് 20 വോൾട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാനുള്ളൊരു 20 വോൾട്ടിൻ്റെ ചാർജ് ചെയ്യാനുള്ളൊരു അഡാപ്റ്ററും, പിന്നെ കസ്റ്റമർ കെയറിലേക്കുള്ളൊരു കാർഡും കൂടെ നമുക്ക് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ റീഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 സ്ക്രൂ ബിറ്റ് കിട്ടുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റാർ മൈനസ് ആണ്, അങ്ങനെ 2 സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഇത് തന്നെ പ്രൊഡക്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളെ സ്ക്രൂ ഒക്കെ തുളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു വാട്ടർ ലെവലും ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചരിഞ്ഞ് പോകുകയാണെങ്കിൽ ആ വാട്ടർ ലെവൽ കറക്റ്റ് നേരെ പിടിച്ചിട്ടൊക്കെ നമുക്ക് ഹോൾ ചെയ്യാം. പിന്നെ അതുപോലെ പെട്ടെന്നൊരു ഓപ്ഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വിച്ചിൻ്റെ ഇത് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ റെഡ് കളറിൽ ആ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് ആ ഭാഗത്തേക്കാണ് കറങ്ങുക. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ലെഫ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് ഇറങ്ങും. ഇനി വലത്ത് ഭാഗത്തേക്കാണ് കറങ്ങണമെങ്കിൽ വലത്ത് ഭാഗത്തുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് ഭാഗത്തേക്ക് ഇറങ്ങും. അതുപോലെ നമ്മുടെ ഗിയർ ഉണ്ട്, നമുക്ക് ഫ്രണ്ടിലേക്ക് 1, 2 ഉണ്ട്. അപ്പോൾ മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്പീഡായിരിക്കും. നമുക്ക് അതിനുള്ള ഗിയറാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സ് ഒക്കെ അയച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നമ്മൾ എഡിറ്റിങ്ങിലാണ്. അതേപോലെ ഇത് ടോർക്കാണ് മുന്നിൽ കാണുന്നത് 1, 2, 3 ഒന്നിലേക്കാണ് നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാതൊക്കെ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ ലോക്കായിട്ട് അവിടെ സെറ്റായി നിൽക്കും. ഹൈ പവർ വേണമെങ്കിൽ നമ്മൾ 25 ഇടണം. അതേപോലെ തന്നെ മുകളിൽ ടി എന്നത് ഹാമറിങ്ങൾ, അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ തുളയ്ക്കാനും, അതേപോലെ തന്നെ സ്ക്രൂ ചെയ്യാൻ നമുക്ക് ഫസ്റ്റത്തതും നടുത്തത് വരുന്നത് 2ാം ഓപ്ഷനിൽ വരുന്ന ഒരു ഏരമാർക്കിൽ അതിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മൾട്ടിവുഡൊക്കെ തുളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാമറിങ്ങിലേക്ക് ഇടുമ്പോൾ നമ്മൾ കോൺക്രീറ്റൊക്കെയാണ് നമുക്ക് തുളച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല വർക്കിംഗ് ആണ്. നമ്മുടെ മുമ്പിലുള്ള ഓരോ മാർക്ക്, ഈ ഏരോ മാർക്കിന് നേരെ വന്നാൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചങ്ക് വരുന്നത് ഫ്രീ സൈസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഈ ചക്ക് ഇടാൻ വേണ്ടി ലൂസാക്കാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റിലേക്കുള്ള റെഡ് ബട്ടൺ താഴെ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ആ ചക്ക് ഒന്ന് പിടിച്ച് നമ്മുടെ ആ ബ്ലാക്ക് കാണുന്ന ഭാഗം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആവും. അപ്പോൾ കൂടുതൽ ഹോൾസ് വരും. അതിലേക്കാണ് ബിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് റൈറ്റിലേക്കുള്ള ബട്ടൺ ഞെക്കിയിട്ട് ആ ബ്ലാക്ക് വരുന്ന ചക്ക് ഒന്ന് നമ്മൾ കൈ കൊണ്ട് പിടിച്ച് ഫ്രീ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചക്ക് ഓട്ടോമാറ്റിക് ടൈറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ബിറ്റ് അവിടെ പ്രസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ നമ്മളെ ബാറ്ററി ഈ റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ നമ്മുടെ ബാറ്ററി ഊരുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അതേപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ബാറ്ററി ഇടുകയും ചെയ്യാം. അതേപോലെ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സോക്കറ്റ് കാണാം. DC സോക്കറ്റാണ് വരുന്നത്. നമ്മുടെ ഈ ചാർജറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ DC ഈ ഒരു സോക്കറ്റ് പിന്നും പാടുണ്ടാവും. ഈ സോക്കറ്റിലേക്ക് നമ്മൾ പിന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാർജർ നമ്മൾ DC 230 വോൾട്ട് AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചാർജ് ആവുകയും ചെയ്യും. അതേപോലെ നമ്മളിത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് റെഡാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ആവും. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ആയി മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.